മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. 1000-ൽ പരം ആൾക്കാർ ഒറ്റ ഷെഡ്യൂളിൽ യോഗാസനങ്ങൾ പരിശീലിക്കുന്ന ഒരാശ്രമത്തിൽ ഞാനും പോയി. ഒരു വിദേശ യുവാവ്, ജർമ്മനിയിൽ നിന്നുള്ളൊരു യുവാവ്, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പ്രചോദനമാണ് ഈ ഇത്രയും ദൂരം ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഈ യോഗാസനങ്ങൾ പരിശീലിക്കുവാനുള്ള ഒരു ഇച്ഛാശക്തി എന്താണ്? അദ്ദേഹം പറഞ്ഞു, ലോകത്ത് ചിന്തകളെ ചികിത്സിക്കാൻ കഴിയുന്ന ഒരൊറ്റ മെഡിസിനേ ഉള്ളൂ, യോഗാസനങ്ങൾ പരിശീലിക്കുക, മെഡിറ്റേഷൻ പരിശീലിക്കുക. പല രീതിയിലുള്ള ചികിത്സാ രീതികളുണ്ട്, അതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ഇത്രയും ദൂരം വന്നിട്ട് അദ്ദേഹം ഇവിടെ നിൽക്കുന്ന ഒരു ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, എൻ്റെ ചിന്തകൾക്ക് വളരെയധികം ശക്തിയാണ്, എനിക്ക് ദുഃഖമാണ്, എൻ്റെ ജീവിതം സങ്കടത്തിലാണ്, ചികിത്സിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ശരി, നീ ഇരിക്കുക, 21 ദിവസം ഇരിക്കുക, നിന്നെ അന്ന് ഞങ്ങൾ നോക്കട്ടെ. 21 ദിവസം അദ്ദേഹം വന്നു, പരിശീലിച്ചു. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയാമോ? 1000-ലധികം വരുന്ന ആൾക്കാർ പരിശീലിച്ച അതിൽ ഏറ്റവും ടോപ്പറായിരുന്നു ഈ യുവാവ്. നോക്കൂ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ടോ?